ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക എന്നാണ് ഇന്ന് തിരുവചനം നമ്മളോട് അരുളി ചെയ്യുന്നത്. നല്ല നാഥൻ്റെ സന്നിധിയിൽ മഴ പെയ്യുന്നത് പോലെ, വെള്ളം ഒഴുകുന്നത് പോലെ ധാരധാരയായി നിർത്താതെ നമ്മുടെ ഹൃദയത്തെ ചൊരിയണമെന്ന്. ഗോപുരത്തിന് മുകളിലിരുന്ന് വീക്ഷിക്കുന്ന 7 പേരേക്കാൾ നമ്മുടെ ഹൃദയമാണ് നമുക്ക് യഥാർത്ഥത്തിൽ വിവരങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് എന്ന് തിരുവചനം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ മനസ്സിൻ്റെ കോണുകളിൽ അടിഞ്ഞുകൂടി കിടക്കുന്നതെല്ലാം ഒന്ന് ചൊരിയാം. ജലധാര പോലെ ഹൃദയത്തെ ചൊരിയുമ്പോൾ ഈശോയുടെ സ്നേഹമാകുന്ന ജലധാരയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മുക്കും മൂലയും ഒന്ന് കഴുകി നമ്മുടെ ഈശോയെ നമ്മുടെ മനസ്സിനുള്ളിലൊന്ന് കുടിയിരുത്താം. മനസ്സ് എന്ന് പറയുന്ന ആ ഒരു മുറിക്ക് എത്ര വലിപ്പമുണ്ടെന്ന് നമുക്കറിയില്ല. ഹൃദയത്തിനാണെങ്കിൽ നമ്മുടെ മുഷ്ടിയുടെ അത്ര വലിപ്പമേ ഉള്ളൂ എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ മനസ്സെന്നത് ഇതുവരേക്കും എവിടെയാണെന്ന് ഉറപ്പിക്കാൻ പോലുമുള്ള ഒരു കഴിവ് മനുഷ്യന് സംജാതമായിട്ടില്ല. ആ മനസ്സിൻ്റെ ഉള്ളിൽ ഈശോയെ ഒന്ന് ഇരുത്തിയിട്ട് ഓരോ മുക്കും മൂലയുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടുത്തെ തിരുമുമ്പിലേക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നന്മയും തിന്മയും സങ്കടവും സന്തോഷവും ദേഷ്യവും സ്നേഹവും മാത്സര്യവും സമാധാനവും ഒക്കെ ഒന്ന് എടുത്തു വെക്കാം. നമുക്കറിയാം എപ്പോഴൊക്കെയാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ടതെന്നും എപ്പോഴൊക്കെയാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കേണ്ടതെന്നും സമാധാനപ്പെടുത്തേണ്ടതെന്നും. പലപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ വാക്കുകൾ പോലും, കുറ്റപ്പെടുത്തലുകൾ പോലും മനഃപൂർവ്വമായി പോകാറുണ്ട്. എവിടെയോ വായിച്ചു തോർക്കുന്നു, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സത്യം പറയുന്നത് അവന് ദേഷ്യം വരുമ്പോഴും ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത് സ്നേഹിക്കുമ്പോഴുമാണെന്ന്. പക്ഷേ സ്നേഹം സത്യമാകുമ്പോഴാണ് ജീവിതത്തിന് തുടിപ്പുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. വിശ്വനാഥൻ്റെ തിരുമുൻപിൽ നമ്മുടെ ഹൃദയത്തെ ജലധാര പോലെ ചൊരിയുമ്പോൾ മനസ്സുകൊണ്ട് നമ്മുടെ നാഥൻ്റെ തിരുസന്നിധാനത്തിനരികിൽ ഒരല്പനേരം നമുക്ക് സമാധാനമായിട്ടിരിക്കാം. ഈശോയെ, അങ്ങയുടെ തിരുമുൻപിൽ എൻ്റെ ജീവനെയും ജീവിതത്തെയും ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ സമാധാനം ജലധാര പോലെ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ. ഈ ദിവസം അങ്ങയുടെ തിരുമുൻപിൽ സമാധാനപൂർണമായിരിക്കുവാൻ, സന്തോഷവും സംതൃപ്തിയും സമ്പത്തും എൻ്റെ കൂട്ടുകാരാവാൻ ഈശോയെ എൻ്റെ കൂടെ ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.